10ാം ക്ലാസ് പരീക്ഷ എഴുതാതെ പഠനം നിർത്തി പണിക്കിറങ്ങുമ്പോൾ ആ 15 വയസ്സുകാരൻ്റെ മനസ്സിൽ ഒരാഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ, നല്ലൊരു കെട്ടിട പണിക്കാരനാവണം. പക്ഷേ കഠിനാധ്വാനം അവനെ മറ്റൊന്നാക്കി. IPSകാരൻ. ആ 15കാരനാണ് പിന്നീട് സ്കൂൾ കുട്ടികളിൽ പേടിയുണ്ടായിരുന്ന പോലീസിനെ അവരുടെ കൂട്ടുകാരാക്കി മാറ്റിയ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് കൊണ്ടുവന്ന IPS P. വിജയൻ. പഠിക്കുന്ന കാലത്ത് തന്നെ വിജയൻ കെട്ടിട പണിക്ക് പോയിരുന്നു. കൂട്ടുകാർ 10ാം ക്ലാസ് പരീക്ഷ എഴുതുമ്പോൾ വിജയൻ 10ൽ പഠിപ്പ് നിർത്തി കോഴിക്കോട്ടെ പുത്തൂർമഠം എന്ന ഗ്രാമത്തിൽ കല്ലു ചെത്തി ചുമര് കെട്ടുകയായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം നാട്ടിൽ SLCക്ക് രാത്രികാല ക്ലാസ് തുടങ്ങിയെന്നറിഞ്ഞപ്പോൾ പരീക്ഷ ഒരിക്കൽ കൂടി എഴുതാൻ മനസ്സിൽ മോഹമുദിച്ചു. ജോലി കഴിഞ്ഞു രാത്രി 8 മുതൽ 10 മണി വരെ ക്ലാസ്. 2 മാസം മാത്രം ക്ലാസ്സിലിരുന്ന വിജയൻ നന്നായി പഠിച്ച് തന്നെ പരീക്ഷ എഴുതി. ശരാശരി മാർക്കോടെ വിജയം. പ്രീ ഡിഗ്രിക്ക് ചേർന്നപ്പോഴും കോളേജിൽ പോയില്ല, കൂലിപ്പണി ചെയ്തു. ജീവിത കഷ്ടപ്പാട് തന്നെയായിരുന്നു കാരണം. 2 വിഷയത്തിന് ട്യൂഷന് പോയി നല്ല മാർക്കോടെ വിജയിച്ചു. BA ഇക്കണോമിക്സ് പഠിക്കാൻ കോളേജിൽ ചേർന്നപ്പോൾ കെട്ടിട നിർമ്മാണം അവസാനിപ്പിക്കേണ്ടി വന്നു. എങ്കിലും ജീവിത പ്രാരാബ്ദങ്ങൾ വിട്ടുവയ്യാത്തതിനാൽ പകരം ബന്ധുവിനൊപ്പം സോപ്പ് നിർമ്മാണവും കിടക്ക നിർമ്മാണവും ആരംഭിച്ചു. അക്കാലത്താണ് പുസ്തക വായന വിജയൻ്റെ ശീലമായത്. ആദ്യമൊന്നും തലയിൽ കയറിയില്ല, പക്ഷേ വായന നിർത്തിയില്ല. പതിയെ വലിയൊരു ലോകം വിജയന് മുന്നിൽ തുറന്നു കൊടുക്കുകയായിരുന്നു. പരീക്ഷ കഴിഞ്ഞപ്പോഴേക്കും സോപ്പ് കമ്പനി 8 നിലയിൽ പൊട്ടി. പക്ഷേ വിജയൻ നല്ല നിലയിൽ പാസ്സായി. തുടർന്ന് MAയും തുടർന്ന് UGC പരീക്ഷയും വിജയിച്ചു. കഷ്ടപ്പാടുകളിൽ നിന്നും പഠിച്ച് IAS ആയ ഡോക്ടർ PV ജോയിയുടെ ജീവിതകഥ വായിച്ചത് പിന്നീട് ജീവിതത്തിൽ വഴിത്തിരിവായി. പിന്നീടുള്ള ആഗ്രഹം സിവിൽ സർവീസിലേക്കായിരുന്നു. ആദ്യത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ IASഉം IPSഉം ഒന്നും ലഭിച്ചില്ല. കേന്ദ്ര സർവീസിൽ ചെറിയൊരു ജോലി. നിരാശനാകാതെ വീണ്ടും പരീക്ഷ എഴുതി. അത്തവണ RPFൽ കിട്ടി. അതിനിടയിൽ കോളേജ് അധ്യാപകനായും ഒരു കൈ നോക്കി. പക്ഷേ അപ്പോഴേക്കും താൻ ഏതു പരീക്ഷയിലും വിജയിക്കുമെന്ന അഹങ്കാരം വിജയൻ്റെ തലക്ക് പിടിച്ചിരുന്നു. ആ ലഹരിയുമായി അടുത്ത തവണ സിവിൽ സർവീസ് പരീക്ഷ എഴുതിയെങ്കിലും എല്ലാ അഹങ്കാരവും ശമിപ്പിക്കും വിധം വളരെ കുറഞ്ഞ മാർക്കായിരുന്നു നേട്ടം. ഇത് വിജയനെ ഇരുത്തി ചിന്തിപ്പിച്ചു. ഒടുവിൽ തിരിച്ചറിഞ്ഞു, എൻ്റെ പരാജയം കൊണ്ട് ഈ ലോകത്ത് ഒന്നും സംഭവിക്കില്ല, അവസാനിക്കുന്നത് നമ്മൾ മാത്രമായിരിക്കും. കൂടുതൽ കരുത്തോടെ സ്വപ്നം കണ്ട വിജയൻ അടുത്ത തവണ പരീക്ഷ എഴുതി IPS നേടി. പോലീസുകാരെ പേടിയോടെ നോക്കിയിരുന്ന കുട്ടികളെ പോലീസുകാരുടെ ചങ്ങാതിയാക്കിയ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ പോലീസിൽ ആവിഷ്കരിച്ചത് P. വിജയൻ IPS ആണ്. രാജ്യത്തെ മികച്ച സേനകളിലൊന്നായ കേരള പോലീസിലെ ജനകീയ മുഖങ്ങളിൽ പ്രധാനിയാണ് P. വിജയൻ IPS. കടുത്ത ജീവിത സാഹചര്യങ്ങളെ സധൈര്യം നേരിട്ട് IPS നേടിയ വിജയൻ സംസ്ഥാനത്തെ തന്ത്രപ്രധാനമായ കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ തുടങ്ങിയ സിറ്റികളിലെ പോലീസ് കമ്മീഷണറായിരുന്നു. ജീവിത കഷ്ടപ്പാടുകളിൽ നിന്നും കിട്ടിയ പാഠങ്ങൾ അഥവാ ഏതു പാഠപുസ്തകത്തിൽ നിന്നും ലഭിക്കാത്ത പാഠങ്ങൾ അദ്ദേഹത്തിൻ്റെ കരിയറിനെ മികച്ചതാക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നവർക്കും ആ അനുഭവങ്ങൾ പിന്നീട് അവരുടെ ഉയർച്ചയ്ക്കും വിജയത്തിനും കരുത്താകുമെന്ന പാഠം നമുക്കിതിലൂടെ ലഭിക്കുന്നു. ദാരിദ്ര്യം തന്നെയായിരുന്നു തൻ്റെ സമ്പാദ്യമെന്ന് വിജയൻ പറയാറുണ്ട്. താൻ വളർന്ന ചുറ്റുപാട് മറ്റുള്ളവരുടെ കണ്ണിൽ ദാരിദ്ര്യമായിരുന്നെങ്കിലും തൻ്റെ കാഴ്ചപ്പാടിൽ അത് മറ്റൊന്നായിരുന്നു എന്ന് വിജയൻ പറയുന്നു. എൻ്റെ അച്ഛൻ്റെ പോക്കറ്റിലെ പണം നോക്കിയാൽ ഞങ്ങൾ ദരിദ്രരാണ്, പക്ഷേ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും ജീവിതത്തിൻ്റെ കാര്യത്തിലും സമ്പന്നർ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് കൃഷിയുണ്ടായിരുന്നു, പശുവിനെയും വളർത്തിയിരുന്നു. കൃഷിയുള്ളതുകൊണ്ട് ചോറ് ഞങ്ങൾക്കൊരു പ്രശ്നമല്ല. പക്ഷേ ഹോട്ടലിൽ പോയി പൊറോട്ടയും ചിക്കനും കഴിക്കാൻ പൈസയില്ലായിരുന്നു. ഇതിനെ ദാരിദ്ര്യമെന്ന് വിളിക്കാനാവുമോ? നിങ്ങൾ ഏതു പശ്ചാത്തലത്തിൽ ജനിച്ചു എന്നുള്ളതല്ല, അനുകൂലമല്ലാത്ത സാഹചര്യത്തെ അനുകൂലമാക്കി മാറ്റുന്നതിലാണ് വിജയിക്കുന്നത്. ഇതാണ് വിജയൻ്റെ വിജയരഹസ്യം. ദാരിദ്ര്യത്തെയും മറ്റു കഷ്ടപ്പാടുകളെയും കുറ്റപ്പെടുത്തി തൻ്റെ ജീവിത ലക്ഷ്യങ്ങളിലേക്ക് എത്താനായി ശ്രമിക്കാത്തവർക്കുള്ള ഒരു മുന്നറിയിപ്പും, ഏതു കഷ്ടപ്പാടുകളെയും തൻ്റെ വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കി മാറ്റി മുന്നേറാൻ ധൈര്യം കാണിക്കുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്ന പാഠവും കൂടിയാണ് നമുക്കിതിലൂടെ ലഭിക്കുന്നത്. അതിനാൽ ജീവിതത്തിൽ വ്യത്യസ്ത ലക്ഷ്യങ്ങൾ മനസ്സിലുള്ളവർ അത് നേടാനായി നല്ല സാഹചര്യത്തെ കാത്തിരിക്കാതെ നിങ്ങളുടെ സാഹചര്യത്തെ അതിനാക്കി മാറ്റിയെടുക്കുക. അങ്ങനെ നിങ്ങൾക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചു.